ഇന്ന് നമുക്ക് ഈ ചോളം എന്തെങ്കിലും ചെയ്യാം. ഇന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. കാരണം ഇത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇതൊന്നും എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കാനോ ചെയ്യാനോ തോന്നിയില്ല. മടി, സമയം കിട്ടായ്മയൊക്കെയാണ് കാരണം. ഇതിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇരുന്ന് ഈർപ്പമൊക്കെ ആയിട്ട് അതിനകത്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് കേടൊക്കെ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലകളിലും അങ്ങനെ ചെറുതായിട്ട് കേട് പോലെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഉള്ളിലേക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും കൂടെ എടുത്തില്ലായിരുന്നു എന്തായാലും ഇതിൻ്റെ കാറ്റ് പോയേനെ. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു പൊറൽ പോലെ ഉണ്ട്, സാരില്ല. പണ്ടൊക്കെ മൂന്നാറും വട്ടവടയ്ക്കൊക്കെ പോകുമ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും റോഡരികിൽ. അപ്പോൾ അത് തിന്നാനും അതുപോലെ ക്യാരറ്റ് മേടിക്കാനും ഒക്കെ ഒരു ആകാംക്ഷയാണ്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പിന്നെ തിന്നാനുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ വോയിസ് ഓവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് നമ്മുടെ ക്രിസ്റ്റിയുടെ സിനിമയാണ് കേട്ടോ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, മൈക്കില്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അതായത് ഇങ്ങനെ സൗണ്ടുകളെ കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമുക്ക്. അങ്ങനെ നമ്മൾ ചോളത്തിൻ്റെ എല്ലാം ഉടുപ്പൊക്കെ ഊരി റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊണ്ടുപോയി ഒന്ന് ചുട്ട് തിന്നാം. ഇതല്ലാതെ പുഴുങ്ങിയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ പച്ചക്ക് തിന്നാനും അത്യാവശ്യം നല്ലതാണ്. ഇത് മധുരമുള്ള സംഭവമാണല്ലോ. ഉള്ളിലേക്കൊന്നും അങ്ങനെ ഒത്തിരി കേട് പറ്റിയിട്ടില്ല എന്നിങ്ങനെ ഓർത്ത് സമാധാനിച്ചിരിക്കെ ചെറുതായിട്ടൊരു ചെറിയ കളർ വ്യത്യാസം അങ്ങനെ ചെറുതായിട്ട് കണ്ടു. പിന്നെ 1-2 ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുള്ള പോലെയും ഇങ്ങനെ തോന്നിയതല്ല, ചെറുതായിട്ട് പ്രശ്നം പറ്റി. അധികം പ്രശ്നക്കാരാന്ന് തോന്നിയ 2-3 ചോളമണികൾ നമ്മൾ എടുത്ത് കളഞ്ഞു. ഇത് നമ്മുടെ സ്വീറ്റ് കോണാണ്, അതുകൊണ്ട് വെറുതെ കഴിക്കാം. നേരെ നമ്മുടെ പപ്പടം കുത്തി എടുത്തു, അതിനകത്തേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ഗ്യാസിലേക്കൊന്ന് വെച്ച് റെഡിയാക്കി എടുത്തു. പപ്പടക്കമ്പി ആയതുകൊണ്ടും ഇതിന് വെയിറ്റ് കൊള്ളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റവിൻ്റെ മുകളിലത്തെ സ്റ്റാൻഡ് പോയായിരുന്നു, അതങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല. പിന്നെ ഇപ്പോഴാണ് ഈ മീൻകറി ഇങ്ങനെ ചായ തിളച്ചതൊക്കെ ചാടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇതെന്തായാലും ചുട്ടെല്ലാം എടുക്കണേന്ന് ഓർത്ത് അങ്ങനെ ക്ലീൻ ചെയ്തൊന്നുമില്ല. നല്ല മണമൊക്കെ വേണ്ടേ, നമുക്കൊന്ന് തിന്ന് നോക്കാം. ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്, എന്നാലും ആക്രാന്ത ശാന്തി എന്നാണല്ലോ. ആക്രാന്തല്ല, ആക്രാന്തം. പിന്നെ ഇതാണെങ്കിൽ പെട്ടെന്നൊന്നും പൊള്ളലേക്കില്ലാത്ത കാരണം വേഗം കറുമുറുന്ന് കടിച്ച് പറിച്ച് തിന്നു തുടങ്ങി. എന്തായാലും ഇത് ഒരാളെ കൊണ്ടൊന്നും തിന്ന് തീർക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. എന്നാലും പറഞ്ഞല്ലോ, നമ്മൾ ആവേശത്തിന് പുറത്ത് വാങ്ങിയതായതുകൊണ്ട് ഇതിനിപ്പോൾ വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വെട്ടിവിടും എന്നെ. അതെൻ്റെ കണവന് പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. എന്ത് സാധനം വേണേലും വാങ്ങിച്ചു തരും. പക്ഷേ നശിപ്പിച്ച് കളയാനൊന്നും പറ്റില്ല. അതുപോലെ തിന്നാൻ പറ്റില്ലാത്ത സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ അങ്ങനെ മേടിച്ച് വെച്ച് കളയാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വാങ്ങി തിന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അമ്മ എപ്പോഴും പറയാറുണ്ട്. എല്ലാം എൻ്റെ തീറ്റഭാഗ്യം. രാത്രി ആയിക്കഴിഞ്ഞാൽ നായ്ക്കളുടെ ഒച്ചപ്പാടും ബഹളവും ലഹളയും. രാവിലെ ആയിക്കഴിഞ്ഞാൽ കോഴി, കിളി, കാക്ക, ആൾക്കാർ തുടങ്ങി വേറെ ഒച്ചപ്പാട്, തട്ടലും മുട്ടലും വേറെ. ഈ തട്ടലുകൾക്കും മുട്ടലുകൾക്കും ഒച്ചപ്പാടിനും ബഹളയ്ക്കും ഇടയ്ക്ക് മൈക്കില്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നത് ഇച്ചിരി പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. മൈക്ക് വാങ്ങാതെ രക്ഷയില്ല. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നിങ്ങളെ ഞാൻ ക്യാമറയിലേക്ക് കൊഞ്ചലും കുത്തി കാണിച്ചതല്ല കേട്ടോ. ഇത് ഞാൻ ചവച്ച് അരച്ച് തിന്നുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറേ നേരം മുറിച്ച് നോക്കി, ഇതെന്താ അപ്പോൾ പണ്ടാരം മുറിയാത്തതെന്ന് ഓർത്തു. വെറുതെ അല്ലേ, ഈ പണ്ടാരം എൻ്റെ അകത്തിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് അത് വിട്ടു പോരാണ്ടിരുന്നത്. ഞാൻ രണ്ട് തുണ്ടങ്ങളാക്കിയിട്ടുണ്ട്. എനിക്ക് തിന്ന് മതിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് വെച്ചാൽ ആർക്കും കൊടുക്കാം. വേറെ ആരും തിന്നോ എന്തോ. പെട്ടെന്നൊരു തുമ്പലൊക്കെ വന്നു. തുമ്പൽ കഴിച്ച് നേരെ ചെന്ന് നമ്മുടെ എന്ത് കഴിച്ചാലും പ്രശ്നത്താക്കാൻ ആൾക്ക് ഇഷ്ടമായും തോന്നുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, മണം കേട്ടിട്ടായിരിക്കും നാക്കൊക്കെ നീട്ടി. പിന്നെ നേരെ അത് ആൾക്ക് കൊടുത്തു. ഈ ഒരു പീസ് ഇവിടെ എടുത്തു വെച്ചു വെറുതെ. ഇനി വേറെ ആരെയൊക്കെ തിന്നണമെന്ന് തോന്നിയാലോ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ തിന്നാനൊരു ത്വര വന്നാലോ? ഇതിൻ്റെ കുറച്ചും കൂടി വലുതായി മൂത്ത് റെഡിയായി വരുന്ന സാധനമാണ് ഇത്. ഇതുപോലെയൊക്കെ ആയി വരുന്നത്. ഈ സാധനമാണ് നമ്മുടെ പോപ്കോണൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഇതുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചതാ. ഇത് ഞാൻ കളിക്കാറുള്ള ഗെയിമാണ്. ഇപ്പോൾ ചോളമൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ തന്നെ ഇതാണ്. ഇങ്ങനെ നൂലൊക്കെ അഴിച്ചെടുക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇത് കളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ചോളത്തിൻ്റെ കഥയൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.